ശ്രീ അബിലാൽ കൂടിയുണ്ട്. അബിലാൽ നേരത്തെ പറഞ്ഞു ഈ ഡ്രൈവറിന്റെ ക്യാബിൻ അത് ഇടതുവശത്തായിരിക്കും. ഇപ്പോൾ ആവർത്തിച്ച് ഈ പാറക്കഷ്ണങ്ങൾ നീക്കുന്നതും ആ ലോങ് ബൂം എക്സ്കവേറ്ററിന്റെ കൈ ഏറ്റവും കൂടുതൽ ഇടതുവശത്ത് പോയി അവിടെ അതിന്റെ മുകളിലുള്ള പാറക്കഷ്ണങ്ങളാണ് മാറ്റുന്നത്. അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെയുള്ള ഉദ്യോഗസ്ഥരെത്തി ഡ്രൈവർ ക്യാബിനകത്ത് ഈ അജയ് ഉണ്ടോ എന്നുള്ള പരിശോധനയിലേക്ക് കടക്കുമോ? അതെ, അതുതന്നെയാണ് നിലവിലെ പ്ലാൻ. ആദ്യഘട്ടത്തിൽ പലതരത്തിലുള്ള ആലോചനകൾ ഉണ്ടായിരുന്നെങ്കിലും ഒടുവിൽ എത്തിച്ചേർന്ന പ്ലാൻ പ്രകാരമുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. അത് വൈകാതെ തന്നെ ഫലപ്രാപ്തിയിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കപ്പെടാം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് അപകടത്തിൽപ്പെട്ട ബുൾഡോസറിന്റെ വലതുവശമാണെങ്കിൽ അതിന്റെ ഇടതുഭാഗത്താണ് ഡ്രൈവർ ക്യാബിൻ ഉള്ളത്. അത് പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്. അതിനാൽ തന്നെ പാറയോട് ചേർന്ന ഭാഗം, അതായത് ഇടതുവശത്തെ പാറയുടെ കഷ്ണങ്ങൾ വേഗത്തിൽ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു വലിയ പാറയുടെ കഷ്ണം, അതായത് ഈ ഡ്രൈവർ ക്യാബിന്റെ മുകളിലേക്ക് വന്നു പതിച്ച വലിയ പാറയുടെ കഷ്ണമുണ്ട്. അത് നീക്കാനുള്ള ശ്രമം ഇതുവരെയും വിജയിച്ചിട്ടില്ല. ആ വലിയ പാറയുടെ ഭാഗം നീക്കം ചെയ്തെങ്കിൽ മാത്രമേ പിന്നീട് ദൗത്യ സംഘങ്ങൾക്ക് സ്ഥലത്തേക്ക് എത്തി പരിശോധനയിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ഈ വലിയ പാറയുടെ കഷ്ണം അവിടെ ഇരിക്കുമ്പോൾ തന്നെ ചെറിയ ഭാഗം നീക്കി അത് അടർത്തി മാറ്റാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി പരിശോധിച്ച് വരികയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൗത്യ സംഘങ്ങൾ നിൽക്കുന്ന പ്രദേശവും ഈ അപകടത്തിൽപ്പെട്ട ബുൾഡോസർ ഉള്ള സ്ഥലവും തമ്മിലുള്ള അകലം 13 മീറ്ററാണ്. എക്സ്കവേറ്ററിന്റെ ബൂമിന്റെ നീളം 15 മീറ്ററുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം വേഗത്തിൽ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച നിലയിലേക്ക് കാര്യങ്ങൾ അടുത്ത് വന്നത്. എന്തായാലും ആദ്യഘട്ടത്തിലെ ഇന്ന് രാവിലെ എത്തിയ ശേഷം നടത്തിയ ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളാണ് ഇത്തരത്തിലുള്ള എക്സ്കവേറ്റർ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ആലോചനയ്ക്ക് കാര്യങ്ങൾ എത്തിയത്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ വലിയ പാറയുടെ കഷ്ണം അവിടുന്ന് നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ശ്രമം നടത്തിയെങ്കിൽ പോലും പാറ അത്രത്തോളം ഉറച്ച ഒരു അവസ്ഥയിലാണുള്ളത്. നമുക്ക് ഒരുപക്ഷെ പുറത്ത് കാണുന്നതിനേക്കാൾ വലിപ്പം ഒരുപക്ഷെ പുറത്ത് കാണാത്ത ഭാഗത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് സംശയിക്കേണ്ടി വരുന്നത്. കാരണം ഇതിന്റെ വലിയ ബൂം ഉപയോഗിച്ച് പിടിച്ചിട്ട് അനങ്ങുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ദൂരത്തിൽ നിന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ അതിനോട് ഏറ്റവും അനുബന്ധമായി കിടക്കുന്ന ചെറിയ കഷ്ണങ്ങൾ നീക്കം ചെയ്യുക, പിന്നീട് വലിച്ച് അടർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി ഉണ്ടാകും. പക്ഷേ അത് വളരെ ശ്രദ്ധാപൂർവം വേണ്ടതാണ്. ഒരുപക്ഷെ ഈ ഉപയോഗിക്കുന്ന എക്സ്കവേറ്ററിന്റെ ഉറപ്പിച്ചിരിക്കുന്ന സ്ഥാനത്തിന് ചലനം വരാത്ത രീതിയിൽ സേഫായി അത് നീക്കം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഈ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നാം കണക്കാക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ വലിയ പാറയുടെ ഭാഗം അവിടെ നിന്ന് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ദൗത്യ സംഘങ്ങളടക്കം പ്രതീക്ഷിക്കുന്നത് അതിന് തൊട്ട് താഴെയായി ഡ്രൈവറുടെ ക്യാബിൻ ഉണ്ട് എന്ന് തന്നെയാണ്. അത് ഞെരിഞ്ഞ് അമർന്ന അവസ്ഥയിലായിരിക്കും. ഒരുപക്ഷെ അതിനുള്ളിൽ ഉണ്ട് എന്ന് നാം കണക്കാക്കുന്ന അജയ് കുമാർ റായിയുടെ ശരീരം ഒരുപക്ഷെ വളരെ മോശപ്പെട്ട അവസ്ഥയിലും ആകാൻ സാധ്യതയുണ്ട്. എന്തായാലും വലിയ സജ്ജീകരണങ്ങൾ അനുബന്ധമായി ക്രമീകരിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ ആംബുലൻസ് സജ്ജീകരണമുണ്ട്. ഇനിയും നാം പ്രതീക്ഷിക്കുന്നത് ആ വലിയ പാറയുടെ കഷ്ണം അവിടെ നിന്നും നീക്കിയാലുടൻ ദൗത്യ സംഘാംഗങ്ങൾ കയറിൽ ആ ഭാഗത്തേക്ക് ഇറങ്ങിച്ചെല്ലും. പിന്നീട് മനുഷ്യസാധ്യമായിട്ടുള്ള പരിശോധനയായിരിക്കും പിന്നീട് ഉണ്ടാവുക. അങ്ങനെ ആ ഞെരിഞ്ഞമർന്ന രീതിയിലുള്ള ക്യാബിനുള്ളിൽ മനുഷ്യന്റെ ശരീരം ഉണ്ട് എന്ന് ഉറപ്പാക്കുന്ന ഘട്ടം അത് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് നീക്കിയ ശേഷം ഉള്ളിൽ നിന്നും ശരീരം പുറത്തേക്കെടുത്ത് സ്ട്രക്ചറിൽ കെട്ടി മുകൾ ഭാഗത്തേക്ക് എത്തിച്ച് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് നീക്കുക. ഇതാണ് നിലവിലെ പ്ലാൻ. രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. ലോങ് ബൂം എക്സ്കവേറ്റർ എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇന്നലെ രക്ഷാ ദൗത്യം ആരംഭിച്ചപ്പോൾ പ്രതിസന്ധിയായി നിലനിന്നിരുന്നത് ഈ അവിടെയുള്ള പാറമടകളെ, ആ പാറമടയുടെ അതിൽ നിന്ന് വീണ്ടും പാറക്കഷ്ണങ്ങൾ, അതും വലിയ പാറക്കഷ്ണങ്ങൾ ഇങ്ങനെ അടർന്നു വീഴുന്നതായിരുന്നു. അപ്പോൾ രക്ഷാപ്രവർത്തകരുടെ മുകളിലേക്ക് ഈ പാറക്കഷ്ണങ്ങൾ വീഴുമോ എന്ന വലിയ ആശങ്കയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ ചേർന്ന യോഗത്തിൽ ഈ ലോങ് ബൂം എക്സ്കവേറ്റർ എത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. നേരത്തെ അഭിലാൽ പറഞ്ഞതുപോലെ നമുക്ക് ഓർമ്മയുണ്ട്, മലയാളികളെല്ലാം വളരെ ആകാംക്ഷയോട് കാത്തിരുന്ന അർജുനായുള്ള കാത്തിരിപ്പ്, ശിരൂർ ദൗത്യം, അതിൻ്റെ സമാനമായൊരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഒരു രക്ഷാദൗത്യമാണ് ഇപ്പോൾ ഇവിടെ പയ്യനാമണ്ണിൽ കോന്നിയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന പാറക്കഷ്ണങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ആ ക്യാബിൻ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഇടതുവശത്താണ് ഡ്രൈവേഴ്സ് ക്യാബിൻ ഉള്ളത്. അതിനകത്ത് ബീഹാർ സ്വദേശിയായ അജയ് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആ ഭാഗത്ത് പാറക്കഷ്ണങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ മുകളിൽ ഇപ്പോൾ വീണിരിക്കുന്ന ഈ പാറക്കഷ്ണങ്ങൾ മാറ്റിക്കഴിഞ്ഞതിന് ശേഷം താഴേക്ക് ഉദ്യോഗസ്ഥരെത്തി ഏത് ഭാഗത്താണ് അജയ് ഉള്ളത് എന്ന് സ്ഥിരീകരിക്കും എന്നുള്ളത്. ആ രീതിയിലാണ് ഇപ്പോൾ ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്.